ബോൺജൂർ. ഫ്രഞ്ചിൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് ഡേ എന്ന് പറയുന്നത് ബോൺജൂർ എന്ന് പറഞ്ഞൊരു വാക്ക് വെച്ചിട്ടാണ്. ബോൺ പ്ലസ് ജൂർ. ബോൺ എന്ന് പറഞ്ഞാൽ ഗുഡ്, ജൂർ എന്ന് പറഞ്ഞാൽ ഡേ. എന്താണ് ഒരു നല്ല ദിവസം എന്ന് മിക്ക ആൾക്കാരുടെ എന്ത് വെച്ചാൽ അവർ പറയും ഒരു നല്ല കാലാവസ്ഥയുള്ള ദിവസമാണ്. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും നമ്മളിപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ, നമ്മളിപ്പോൾ ജോലിക്കൊക്കെ ആയിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യണവരാണെങ്കിൽ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കണ അവിടെ കാലാവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. അവിടെ മഴയുണ്ടോ, അവിടെ വെയിലുണ്ടോ, തണുപ്പുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് കോൺവെർസേഷനാണ് എവിടെ ചെന്നാലും. ഇപ്പോൾ വെതർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിലും അവർ ചെയ്യണ ഓരോ ആക്ടിവിറ്റീസിലും എല്ലാ കാര്യത്തിലും വെതറിന് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. വെതർ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് അല്ല. വെതർ നമുക്കിപ്പോൾ ഒരു ചൂട് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും, തണുപ്പുള്ള പീരീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് അവരുടെ ആൾക്കാരുടെ ലൈഫ് പ്ലാൻ ചെയ്യണത്. പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വിൻ്റർ സമയത്ത് ക്ലാസ് ഉണ്ടാവും, പക്ഷെ അല്ലാത്ത സമയത്ത് ഇപ്പോൾ സമ്മർ തുടങ്ങി, സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും അവർക്ക് വെക്കേഷൻ വരും. എന്ന് വെച്ചാൽ ലിറ്ററലി സമ്മർ വെക്കേഷൻ. ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ എന്ത് കാര്യമാണ് അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇവിടെ തണുപ്പുള്ള സമയത്ത് ഇവിടുത്തെ ഡേ ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു 4 മണി നമ്മളുടെ ഒരു സമയം വെച്ചിട്ട് പറയുകയാണെങ്കിൽ 4 മണി ആകുമ്പോഴത്തേക്കും ഇവിടെ സൺസെറ്റ് ആവും. ഇവിടെ ലേറ്റ് ആയിട്ടായിരിക്കും സൺറൈസും വരണത്. ഒരു 8 മണി കഴിഞ്ഞിട്ടായിരിക്കും സൺലൈറ്റ് ശരിക്കും വരുള്ളൂ. അപ്പോൾ സൺലൈറ്റ് ഉള്ള ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ അല്ലെങ്കിൽ സ്പ്രിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂടും. നമുക്ക് കുറേ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് പിള്ളേരായിട്ട് പുറത്തു പോയിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അവർക്ക് കളിക്കാൻ പറ്റും വൈകുന്നേരം കുറച്ചും കൂടെ. അപ്പോൾ ആ സമയം അതുകൊണ്ട് സ്കൂളുകൾ പ്ലാൻ ചെയ്തേക്കുവാണ് അവർക്ക് സമ്മർ വെക്കേഷൻ കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടത്തെ കാര്യം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കും അതൊരു സമ്മർ വെക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ വെതറിനെ കുറിച്ച് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ കാലാവസ്ഥ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണതും ടെമ്പറേച്ചറാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റ് കേട്ടവർക്കറിയാം, അതിനകത്ത് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞായിരുന്നു, ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോയായിരുന്നു ക്വീനിൻ്റെ ബർത്ത്ഡേനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് കേട്ടാൽ എന്ത് കോണ്ടെക്സ്റ്റിലാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ ക്വീനിൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തായിരുന്നു. അപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോൾ 2 ബർത്ത്ഡേ കാണിച്ചു ക്വീനിന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ 2 ബർത്ത്ഡേ, ഒരാൾക്ക് 2 ബർത്ത്ഡേ എന്തിനാന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കി, അതിനെക്കുറിച്ച് കുറേ വായിച്ചു, മനസ്സിലാക്കാൻ നോക്കി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വെതറുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ക്വീനിൻ്റെ ബർത്ത്ഡേ 2 ഉണ്ടാകാൻ കാരണം. ക്വീനിന് 2 ബർത്ത്ഡേ ആണുള്ളത്. ഇപ്പോഴത്തെ ക്വീൻ എലിസബത്ത് രാജ്ഞിയാണ്. അപ്പോൾ അവർക്ക് 2 ബർത്ത്ഡേ ഉണ്ട്. ഒരു ബർത്ത്ഡേ ജൂണിൽ, അവർ ജനിച്ച ശരിക്കുള്ള ബർത്ത്ഡേ 21 ഏപ്രിലിൽ. അപ്പോൾ ഈ ജൂണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേ കാലാവസ്ഥയുടെ ഒരു റീസൺ കാരണം ആണ് സെലിബ്രേറ്റ് ചെയ്യണത്. കാരണം ജൂണിൽ ലണ്ടനിൽ നല്ല കാലാവസ്ഥയുള്ള സമയമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ആ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏപ്രിലൊക്കെ ആകുമ്പോൾ വിൻ്ററും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഓട്ടം സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു നല്ല ഫീൽ ആയിരിക്കില്ലല്ലോ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ഈ ട്രഡീഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് കിങ് ജോർജ് എന്ന് പറഞ്ഞ ആളാണ് 1748. ഏകദേശം 250 വർഷം മുമ്പാണ് ഈ ഒരു ട്രഡീഷൻ തുടങ്ങിയത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിങ്ങിൻ്റെ ബർത്ത്ഡേ നവംബറിലായിരുന്നു. അപ്പോൾ നവംബർ നമുക്കറിയാം യൂറോപ്പിലും ഒക്കെ ഭയങ്കര ടെമ്പറേച്ചേഴ്സ് ഭയങ്കര ലോ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ആ പുള്ളിക്ക് ഭയങ്കര വിഷമം വന്നു. എന്നുവെച്ചാൽ കിങ് ആകുമ്പോൾ ഭയങ്കര റോയലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിയുടെ ബർത്ത്ഡേ സമ്മറിലേക്ക് മാറ്റി, കാരണം വെതർ നല്ലതായുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്നൊരു ട്രഡീഷനാണ് നമ്മളുടെ മൊണാർക്കിൻ്റെ ബർത്ത്ഡേ 2 സെലിബ്രേറ്റ് ചെയ്യുന്നു, ഡബിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഈ വർഷം അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് ജൂൺ 8-നാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വർഷവും ജൂൺ സമയത്ത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് സെക്കൻഡ് സാറ്റർഡേ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റൂൾ ഓഫ് തമ്പ്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ ഏത് ദിവസമാണ് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഈ ഇവൻറ്റിന് മറ്റേ എലിസബത്ത് രാജ്ഞി ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിൽ വന്നിട്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കും. എന്നിട്ട് റോയൽ എയർഫോഴ്സ് അവരുടെ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. പിന്നെ അവിടെ എന്തോ 41 ഗൺ സല്യൂട്ടും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ വെതറിനെ ബേസ് ചെയ്തിട്ടാണ് അവർ 2 ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു
ഐഡിയ കൊണ്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്ന് എന്തോരം ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് വെതർ, ഇവരെന്തോരം കെയർ ചെയ്യണു ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കുറിച്ച് എന്നൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റുന്ന ഒരു കാര്യമാണ് വെതർ എന്ന്. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ മാറ്റും, നമ്മൾ ജാക്കറ്റ് ഇടാൻ തുടങ്ങും, നമ്മൾ തൊപ്പി ഇടാൻ തുടങ്ങും, നമ്മൾ ചിലപ്പോൾ ജാക്കറ്റ് റിമൂവ് ചെയ്യും, നമ്മൾ തിൻ ഡ്രസ്സസ് ഇടാൻ തുടങ്ങും. ഇതെല്ലാം വെതർ ഡിസൈഡ് ചെയ്യുന്ന സംഭവമാണ്. എന്നുവെച്ചാൽ നമ്മുടെ പേഴ്സണൽ ടേസ്റ്റും ഉണ്ട്, പക്ഷേ വെതർ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മളുടെ എന്ത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ അതിൽ മാത്രമല്ല, ഇപ്പോൾ ഈ സ്പോർട്സിൽ ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഗെയിം കോൾ ഓഫ് ചെയ്യണ കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോളിൽ ഒരു മഴ നനഞ്ഞിട്ടാണെങ്കിലും ഫുട്ബോൾ കളിക്കും. പക്ഷെ ചില സ്പോർട്സിൽ പക്ഷെ അങ്ങനെ അത് ഫീസിബിൾ അല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റിനകത്തൊക്കെ അങ്ങനെ നടക്കില്ല, കാരണം പിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റേ ബേസ്ബോളിനകത്ത് അങ്ങനെ കുറേ സ്പോർട്സിനകത്ത് പിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ പിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്പോർട്ടാണ് ഫോർമുല 1. ഫോർമുല 1 പിച്ച് എന്ന് പറഞ്ഞാൽ റോഡാണ്. അപ്പോൾ ഈ ഫോർമുല 1 സർക്യൂട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അറിയാം, ഒരു ടാറിട്ട റോഡാണ്, നമ്മളുടെ നാട്ടിലേക്കാളും നല്ല റോഡാണ്, നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. അപ്പോൾ ഇവരുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ചില കേസിൽ ഒരു സ്റ്റേഡിയം ആയിട്ട് തന്നെ ഉണ്ടാവും ഫോർമുല 1 ഓടിക്കാനായിട്ട്. ചില കേസിൽ ഇവരൊരു സിറ്റീനെ സ്റ്റേഡിയമായിട്ട് കൺവേർട്ട് ചെയ്യും ഫോർമുല 1. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രാൻസിലുള്ളൊരു ഏറ്റവും റിസ്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോർമുല 1 ട്രാക്കാണ് മൊണാക്കോയിലുള്ളത്. മൊണാക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രാൻസിൽ ഒരു സിറ്റീനെ മുഴുവൻ ഒഴിപ്പിച്ചിട്ട്, എന്നുവെച്ചാൽ ബാരിക്കേഡ് ഇട്ട് സിറ്റിക്കിടെയാണ് ഇവർ ഈ റേസ് നടത്തുന്നത്. ഏറ്റവും നാരോവെസ്റ്റ് ആയിട്ടുള്ള റേസിംഗ് സർക്യൂട്ടാണെന്നാണ് ഇവർ പറയണത് ഈ മൊണാക്കോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴും കോർണേഴ്സ് കട്ട് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ ഇങ്ങനെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമുല 1 റേസസിൽ മിക്കപ്പോഴും ആൾക്കാർ കാണുന്നത് ഈ ക്രാഷസ് കാണാനായിട്ടാണ്. പക്ഷേ ഈ ക്രാഷസ് കാണുമ്പോൾ അവരുടെ പ്ലെയേഴ്സിനും അവരുടെ ടീമിനും ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഈ ഫോർമുല 1 കാറ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ചില റൂൾസ് അനുസരിച്ചാണ്. നമ്മുടെ എയറോഡൈനാമിക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് നമ്മളുടെ എങ്ങനെയാണ് ഒരു എയർ ഫ്ലോൻ്റെ അഗൻസ്റ്റ് വണ്ടി എങ്ങനെയാണ് ഫ്ലോ ചെയ്യണത്, എയർ എങ്ങനെയാണ് ഫ്ലോ ചെയ്യണതെന്ന് അറിയാനായിട്ട് നമ്മളെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം എയർ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ഒരു ഡൗൺ ഫോഴ്സും വേണം, അല്ലെങ്കിൽ നമ്മളെ കാറൊക്കെ പറന്നു പോകും. നമ്മളെ വണ്ടീനെ നിലത്ത് ഗ്രിപ്പ് ചെയ്ത് നിൽക്കാനുള്ള ഫോഴ്സും വേണം, അതിന് തുല്യമായിട്ടുള്ള എയറോഡൈനാമിക്സും വേണം, എങ്കിലാണ് മാക്സിമം സ്പീഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ അവരുടെ ടീം എൻജിനീയേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ഓരോ പാർട്സും കോമ്പണൻസും വണ്ടിക്കകത്തുണ്ട്. കുറേ ചാനൽസ് ഉണ്ട് എയറിന് ഫ്ലോ ചെയ്യാനായിട്ട്. ഇത് കുറേ പഠിച്ചിട്ടാണ് ഓരോ വർഷവും ഇവർ ഡിസൈൻ അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ കുറേ നാൾ മുമ്പത്തെ ഫോർമുല 1 റേസസ് ഒക്കെ നോക്കിയാൽ മൈക്കിൾ ഷൂമാക്കറൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫോർമുല 1 വണ്ടികൾ നോക്കി കാണാൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും നമുക്കൊരു അപ്പീലും ഇല്ല. കർവി ഡിസൈനൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സംഭവം. കർവി ഡിസൈൻ വരാൻ കാരണം തന്നെ ഈ എയറോഡൈനാമിക്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടികൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറേ കൺട്രോൾസ് ഉണ്ട്, ഡ്രൈവറിനാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഇപ്പം നേരത്തെ റേസസിലൊക്കെ ഫോർമുല 1 റേസസിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവറിനെ മാനേജ് ചെയ്യണ ഒരാളുണ്ടാവും. ഇങ്ങനെ ഇയർഫോണൊക്കെ വെച്ചിട്ട് എന്താണ് വരാൻ പോണത്, അടുത്ത ടേൺ എവിടെയാണ്, എപ്പോഴാണ് സ്ലോ ഡൗൺ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുണ്ടാവും. പക്ഷെ അയാൾക്ക് എൻജിൻ കൺട്രോൾസും ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വയർലെസ് ആയിട്ട് കിട്ടും. അങ്ങനെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം. പക്ഷെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് അയാൾക്ക് ഡ്രൈവറിന് എല്ലാ കൺട്രോൾസും പുള്ളിയുടെ സ്റ്റിയറിങ്ങിൽ കിട്ടും. പുള്ളിക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ ഈ എന്ത് ചേഞ്ചസ് വരുത്തുകയാണെങ്കിലും. ഇപ്പോൾ നമുക്ക് നമ്മുടെ എൻജിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് ഈ എൻജിൻ ഫ്യൂവൽ മിക്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ടയേഴ്സിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാനായിട്ട് ഇപ്പോൾ ഡ്രൈവറിനും നോക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണത് ഡ്രൈവർക്ക് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഡിസിഷൻസ് ഇപ്പോൾ ഡ്രൈവറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ പ്രഷറാണ് ഡ്രൈവറിന് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കൺട്രോൾ ചെയ്യുമ്പോഴും. അപ്പോൾ ഈ വെതറിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു മൊണാക്കോ ഭയങ്കര റിസ്കി ട്രാക്കാണ്. അപ്പോൾ ആ ഒരു റിസ്കി ട്രാക്കിൽ ഇപ്പോൾ ഒരു വെതർ ഇപ്പോൾ വളരെ മോശം വെതറാണെന്ന് വിചാരിച്ചു, ഭയങ്കര മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ട്രാക്കാണെങ്കിൽ ഒരു ടയർ മാറ്റണം, കുറച്ചും കൂടെ ഗ്രൂവ്സ് ഉള്ള ടയർ എടുക്കണം, എങ്കിലാണ് ട്രെഡ് കൂടെ പുറത്തേക്ക് ചാനൽ ചെയ്തിട്ട്
കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തർ സോഫ്റ്റർ കോമ്പൗണ്ടാണ് ആ ഒരു ടയറിന് ഉപയോഗിക്കുന്നത്. മഴയുള്ളപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ്, എസ്പെഷ്യലി ഇതുപോലത്തെ ഈ അസർബൈജാനിൽ ബാക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു സിറ്റി കൺവേർട്ട് ചെയ്തിട്ടാണ് ഒരു ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര റിസ്കി സ്പോർട്സ് ആണ്, കാണുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, കുറച്ച് ഓടിക്കുന്നവർക്ക് കുറച്ച് പാടായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ക്രാഷസ് എപ്പോഴും നടക്കും. അപ്പോൾ അങ്ങനെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫോമുല 1 എന്ന് പറഞ്ഞത്. പക്ഷേ ഫോമുല 1 ഒരു ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പോർട്സാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത്. ഞാനിതിനെ എങ്ങനെയാണ് ഞാൻ നെറ്റ്ഫ്ലിക്സ് കുറേ കാണാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് കുറേ സീരീസ് ഉണ്ട് ഫോമുല 1 റേസിങ്ങിനെ കുറിച്ച്. കഴിഞ്ഞ സീസണിനെ കുറിച്ച് പ്രത്യേകിച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടൊരു കവറേജ് ഉള്ളൊരു സീരീസ് ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ ആ സീരീസ് കണ്ടതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഫോമുല 1 2018 ഗെയിം ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അത് എന്നിട്ട് ഞാനിപ്പോൾ കമ്പ്യൂട്ടറിൽ കുറേ നാളായിട്ട് കളിക്കേണ്ട എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജി ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പിറ്റ് സ്റ്റോപ്പ് ടൈം ചെയ്യണം. നമ്മൾ എപ്പോഴാണ് എന്ന് വെച്ചാൽ ഒരു വലിയ നീണ്ട റേസിൽ 20 ലാപ്പുള്ള ഒരു റേസിൽ നമ്മൾ എപ്പോഴാണ് ടയർ ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്, നമ്മളെപ്പോഴാണ് ഒരു റീഫ്യൂവലിങ്ങിന് പോണത്, നമ്മളെങ്ങനെയാണ് ഫ്യൂവൽ മാനേജ് ചെയ്യണത്, നമ്മൾ എത്ര എൻജിൻ പവറിൽ ഓടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡ്രൈവർ എന്ന നിലയ്ക്ക്. അപ്പോൾ ഈ ഗെയിം കുറച്ച് എക്സൈറ്റിംഗ് ആക്കാനായിട്ട് നമുക്ക് പുതിയ ട്രാക്സ് വേണം, പുതിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ട്രാക്സ് വേണം. അപ്പോൾ നമ്മൾ ലോകത്ത് കുറേ ട്രാക്സ് ഉണ്ട്. ഈ ഗെയിം ഫോമുല 1 എന്ന് പറയുന്ന ഗെയിം റേസിംഗ് നടക്കുന്നത് ഒരൊറ്റ സ്ഥലത്തല്ല, പല രാജ്യത്ത് പല കോണ്ടിനെൻസിലുള്ള സർക്യൂട്ട്സിൽ അവർ ഓടിച്ച് അങ്ങനെ ഓരോ സർക്യൂട്ടിൽ ഓടിച്ചതിന് ശേഷം അവർക്ക് ഒരു റാങ്കിങ് സിസ്റ്റം കിട്ടും. അതിൽ നിന്നാണ് എന്നിട്ട് ഫൈനൽ വിന്നറിനെ സെലക്ട് ചെയ്യണം. പുതിയതായിട്ട് അവർ ആഡ് ചെയ്തൊരു സർക്യൂട്ട് ഉണ്ട് വിയറ്റ്നാമിൽ ഹനോയ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. വിയറ്റ്നാമിൽ ഹനോയ് സ്ട്രീറ്റ് സർക്യൂട്ട് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി അറിയാവുന്ന കുറേ ട്രാക്സ് ഉണ്ട്, വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ട്രാക്സ് ഉണ്ട്. ഇപ്പോൾ മൊണാക്കോ സർക്യൂട്ട് ഉണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അസർബൈജാനിൽ തന്നെ, ഫ്രാൻസിൽ തന്നെ 2 ട്രാക്ക് ഉണ്ട്, സർക്യൂട്ട് പോൾ റിക്കാർഡ് എന്ന് പറഞ്ഞ വേറൊരെണ്ണമുണ്ട്. അങ്ങനെ കുറേ ട്രാക്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ നിന്നെല്ലാം പുതിയൊരു ട്രാക്ക് ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഫോൺ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് സെല്ലിങ് ഫീച്ചേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ കമ്പനീസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അവിടെ നിന്ന് അത് എടുത്തിട്ട് ഒരു പുതിയ ഫോണിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യണം സാധാരണ. ഇപ്പോൾ ആപ്പിള് ഹെഡ്ഫോൺ ജാക്ക് വേണ്ടാന്ന് വെച്ചു കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതൊരു ഫീച്ചറാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ സാംസങ് അവരുടെ പുതിയ നോട്ട് ഉണ്ടാക്കിയപ്പോൾ, സാംസങ് നോട്ട് 10 ഉണ്ടാക്കിയപ്പോൾ അവർ ആ ഹെഡ്ഫോൺ ജാക്ക് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ആ ഫോൺ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ വിയറ്റ്നാമിലെ ഈ ഹനോയ് സ്ട്രീറ്റ് സർക്യൂട്ടിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന സർക്യൂട്ട്, ഫോർ എക്സാമ്പിൾ മൊണാക്കോ സർക്യൂട്ട് ഫ്രാൻസിലുള്ളത്, പിന്നെ ജപ്പാനിലുള്ള സുസൂക്ക സർക്യൂട്ട്, പിന്നെ ജർമ്മനിയിലുള്ള ന്യൂറംബർഗ് റിംഗ് എന്നും പറഞ്ഞൊരു സർക്യൂട്ട് ഉണ്ട്. അവിടെ നിന്നൊക്കെ അവിടുത്തെ സ്പെഷ്യൽ കർവ്സും അവിടുത്തെ സ്ട്രേറ്റ്സും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ട് അവരൊരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആ ഒരു സർക്യൂട്ട് അവർ 2020 ഫോമുല 1 കലണ്ടറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ന്യൂസ് ആയിട്ട് തോന്നി എനിക്ക് ഒരു മോഡുലാർ അപ്രോച്ച് തോന്നി. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് തോന്നി. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് ഒരു വലിയ കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു നല്ല കോൺസെപ്റ്റായിട്ട് മാറി. അപ്പോൾ അതേസമയം ഈ ഇത്ര എക്സൈറ്റിംഗ് സ്പോർട്സ് ആണ്, പക്ഷേ ഈ സ്പോർട്സിലും ഡെത്ത്സ് സംഭവിക്കും. നമ്മളിപ്പോൾ ക്രിക്കറ്റിൽ പോലും ഡെത്ത് സംഭവിക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല, പക്ഷെ അതും സംഭവിച്ചു. ഒരു ടെസ്റ്റ് മാച്ചിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ബൗൺസർ പുറകിൽ കൊണ്ടിട്ട് ഫിലിപ്പ് ഹ്യൂജ് എന്ന് പറഞ്ഞ പുള്ളി മരിക്കുകയുണ്ടായി 2014. എന്നുവെച്ചാൽ അത്രയും സേഫാന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഹെൽമെറ്റ് ഇട്ട് കുറേ ഗാർഡൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. പക്ഷെ അതിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഫോമുല 1 നമ്മൾ ഒരു ആക്സിഡന്റ് എക്സ്പെക്ട് ചെയ്യണ ഒരു സ്പോർട്സ് ആണ്. എൻ്റെ അടുത്ത് ഇന്നാളൊരു ഫ്രണ്ട് പറയണ്ടായി, ഞാൻ ഫോമുല 1 കാണുന്നത് തന്നെ ആക്സിഡൻസ് കാണാനായിട്ടാണ്. പക്ഷേ ആക്സിഡൻസ് ഉള്ള ഇങ്ങനെ ഫോമുല 1 യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അവർ ഇതുപോലെ തന്നെയാണ് ചെയ്യണത്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ആക്സിഡൻസും ഓവർടേക്കിംഗ് ഇങ്ങനത്തെ സിനാരിയോയിലാണ് കൂടുതൽ ആക്സിഡൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സീൻസ് മാത്രമാണ് അവർ ഹൈലൈറ്റ്സിൽ കാണിക്കുള്ളൂ.
ഓവർടേക്കിംഗ് ഒരു സ്ട്രാറ്റജിക് സംഭവമാണ്, പിറ്റ് സ്റ്റോപ്പ് ഒരു സ്ട്രാറ്റജിക് സംഭവമാണ്. ഇതൊക്കെ അവർക്ക് അതും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ഇവരുടെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ആക്സിഡൻറ്റ്സ് വരുമ്പോഴാണ്. ഇങ്ങനെ ക്രാഷസ് വരുമ്പോൾ, അവരുടെ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ യെല്ലോ ഫ്ലാഗ് ഇടും അവർ. യെല്ലോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ കോഷൻ ഉള്ള ഒരു ഫ്ലാഗാണ്. ബാക്കിയുള്ള റേസേഴ്സിന് സിഗ്നൽ ചെയ്യാണ് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്, പക്ഷെ അത്രയും സേഫും അല്ല ഫോർമുല 1. അപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഒരു ആക്സിഡന്റ് ആണ് ഫോർമുല 1-ൽ. ഒരു ഫ്രഞ്ച് റേസർ, ഫോർമുല 1 അല്ല, സോറി, ഫോർമുല 2-ലാണ്. പുള്ളി ഈ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച് മരിക്കുകയുണ്ടായി. ഫോർമുല 1-ൽ ബെൽജിയം ഗ്രാൻഡ് പ്രീ നടക്കുന്ന വെന്യൂവിൽ ആണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പോൾ ഈ ആക്സിഡന്റിൽ 3 കാറ് ഇൻവോൾവ് ആണ്. 4ാമത്തെ കാറാണ് ഈ ആക്സിഡന്റ് കുറച്ചും കൂടെ ഡെത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കാറ്, ഇതൊരു ഫോർമുല 2 ട്രാക്കാണെന്ന് ഓർക്കണം, ഫോർമുല 2 റേസിംഗ് ആണെന്ന് ഓർക്കണം. ഇത് അമച്വർ ലെവൽ അല്ലെങ്കിലും ഫോർമുല 1 ലെവലിൽ എത്താത്ത ഒരു ഡ്രൈവേഴ്സ് ഓടിക്കുന്ന റേസാണ്. അപ്പോൾ ഇത് അത്രയും ഫെമിലിയർ ആവണമെന്നില്ല ഇവർക്ക്, ഈ ഡ്രൈവേഴ്സിന്, ഈ ട്രാക്കിനോട്. അപ്പോൾ ഈ ഫസ്റ്റ് കാറ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 കാറെന്ന് പറഞ്ഞു, 4ാമത്തെ കാറാണ് ആക്സിഡന്റ് വരുത്തിയത്. ഫസ്റ്റ് കാറ് ഒരു എസ് കേർവ് എടുക്കാൻ നേരത്ത്, എസ് കേർവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എലിവേഷൻ കൂടെ മാറുന്ന ഒരു കേർവ് ആണെന്ന് ഓർക്കണം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ എസ് കേർവിൽ എലിവേഷൻ മാറും തോറും, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ എസ് കേർവിൻ്റെ നടുക്ക് വെച്ചിട്ട് എലിവേഷൻ കുറയുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എലിവേഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയിടയ്ക്ക് കിട്ടുന്ന ഡൗൺ ഫോഴ്സ് കൂടും, അപ്പോൾ വണ്ടിക്ക് കിട്ടുന്ന ഗ്രിപ്പ് കൂടും. അത് കഴിഞ്ഞിട്ട് എലിവേഷൻ പെട്ടെന്ന് കൂടും. എലിവേഷൻ അങ്ങനെ പെട്ടെന്ന് കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഡൗൺ ഫോഴ്സ് കുറയുകയാണ്. അപ്പോൾ ഗ്രിപ്പും അതനുസരിച്ച് കുറയും. അപ്പോൾ ഡ്രൈവർ വണ്ടിക്ക് കാരണം ഓരോ റെസ്പോൺസിനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡ്രൈവറിന് ഇങ്ങനത്തെ ഒരു റെസ്പോൺസിന് സാധിച്ചില്ല. ഫസ്റ്റ് ഡ്രൈവർ എന്നിട്ട് ഈ ഒരു സംഭവം നടന്നപ്പോൾ പുള്ളി ഈ റൺ ഓഫ് ഏരിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഈ സർക്യൂട്ടിൻ്റെ തൊട്ട് സൈഡിൽ, മെയിൻ സർക്യൂട്ടിൻ്റെ സൈഡിൽ തന്നെ, ഇപ്പോൾ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് മെയിൻ സർക്യൂട്ടിൽ നടന്ന് പോകാനായിട്ട്, ബാക്കി ഡ്രൈവേഴ്സിന് പോകാനായിട്ട് റൺ ഓഫ് ഏരിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അത് മെയിൻ ട്രാക്കിൻ്റെ ഭാഗമല്ലെങ്കിലും അതിക്കിടെയും ആൾക്കാർക്ക് ഓടിക്കാം, ഇങ്ങനെ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളി റൺ ഓഫ് ഏരിയയിലേക്ക് ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോയി. ഫസ്റ്റ് ആ എസ് കർവ് വരെയൊക്കെ പുള്ളിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ പുള്ളി എന്നിട്ട് അവിടെ കടന്നു. 2ാമത്തെ ആള് അപ്പോൾ ഈ യെല്ലോ ഫ്ലാഗ് അപ്പോഴത്തേക്കും വന്നു. അപ്പോൾ അന്നേരം 2ാമത്തെ ആൾ ഈ ട്രാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് റൺ ഓഫ് ഏരിയയിൽ ഡയറക്റ്റ് പോയി, എസ് കർവ് എടുത്തു വന്നപ്പോഴത്തേക്കും. 3ാമത്തെ ആളായിരുന്നു ഈ ക്രാഷിൽ മരിച്ച ആള്. അപ്പോൾ ഈ 3ാമത്തെ ആൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, പുള്ളി ഈ എസ് കർവ് എടുത്തു, പുള്ളി ഈ സംഭവം നടക്കണ കണ്ടു, അപ്പം തന്നെ പുള്ളി റൺ ഓഫ് ഏരിയയിലേക്ക് എടുക്കാൻ തുടങ്ങി വണ്ടി. പക്ഷെ അങ്ങോട്ട് പോണ വഴിക്ക് 2ാമത്തെ കാറും റൺ ഓഫ് ഏരിയയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ആന്റോൻ യൂബേറിന്റെ കാറ് ക്രാഷായിട്ട് പുള്ളിയുടെ കാറ് ടയർ ബാരിയറിൽ ചെന്നിട്ട് ഇടിച്ചു. ടയർ ബാരിയർ എന്ന് പറഞ്ഞാൽ മറ്റേ ടയർ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു കുഷൻ പോലത്തെ സംഭവമാണ്. ആക്സിഡന്റ് പറ്റുമ്പോൾ വണ്ടിക്ക് അധികം ഇമ്പാക്റ്റും ഡ്രൈവറിന് അധികം ഇമ്പാക്റ്റും വരാണ്ടിരിക്കാനായിട്ടുള്ള സംഭവം. അപ്പോൾ അവിടെ ചെന്ന് ഇടിച്ചു പുള്ളിയുടെ വണ്ടി. പക്ഷെ ഒരു സൈഡിൽ ഇടിച്ചു. പുള്ളി എന്നിട്ട് വണ്ടി സ്പിൻ ചെയ്യാൻ തുടങ്ങി. റൺ ഓഫ് ഏരിയയിലേക്ക് പുള്ളിയുടെ വണ്ടി തന്നെ സ്പിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പം 3 കാറ് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ 4ാമത്തെ ഒരു കാറ് ഇതൊന്നും അറിയണില്ല, ഈ ആക്സിഡന്റ് നടന്നത് അറിയണില്ല. പക്ഷെ പുള്ളി എസ് കർവ് മര്യാദയ്ക്ക് എടുത്തു. എസ് കർവ് മര്യാദയ്ക്ക് എടുത്തിട്ട് പുള്ളി റൺ ഓഫ് ഏരിയയിലേക്ക് പെട്ടെന്ന് ആക്സിഡന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് റൺ ഓഫ് ഏരിയയിലേക്ക് പോകുന്നുള്ളതാണ്. പക്ഷെ അവിടെ ഓൾറെഡി ആന്റോൻ യൂബേറിന്റെ കാറ് കിടന്ന് സ്പിൻ ചെയ്യുന്നുണ്ട്. മറ്റേ പുള്ളിയുടെ 2ാമത് ഓടിച്ച ആളുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പിൻ ചെയ്യണ കാറിലേക്ക് ഈ 4ാമത് വന്ന കാറ് നേരെ ഒരു എന്താ പറയണേ, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിടിച്ചു. അപ്പോൾ പുള്ളിയുടെ ആന്റോൻ യൂബേറിന്റെ മറ്റേ സൈഡ് ഓൾറെഡി ടയർ ബാരിയറിൽ നിന്ന് ഇടിച്ച് കൊളായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഇടിച്ചു. എന്നിട്ട് അപ്പം തന്നെ മരണം സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഈ ക്രാഷിനകത്ത് ഇപ്പോൾ 4 കാറ് ടോട്ടലി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റേസ് നടന്നതിന് ശേഷം ഫോർമുല 1 ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതാണ് മെയിൻലി ഇപ്പോൾ വിഷ്വൽസ് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് മെയിൻലി നടന്ന സംഭവങ്ങൾ.
ഈ മരിച്ച ആൾ 22 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ ഈ പുള്ളിക്ക് ഫോർമുല 1ലേക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഫോർമുല 1ൽ പിയർ ഗ്യാസ്ലി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ട്. പുള്ളിയുടെ സെയിം പ്രായമുള്ള ഒരാളാണ് പിയർ ഗ്യാസ്ലി. എനിക്ക് തോന്നുന്നു ഫോർമുല 1ലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവറാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ അടുത്ത സീസണിൽ 2020 ഫോർമുല 1ൽ ഈ ആന്ത്വാൻ ന്യൂബേർട്ടിനെയും എക്സ്പെക്ട് ചെയ്തായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ടാലൻറ്റിനെയാണ് നമുക്കിപ്പോൾ ഇത്രയും ഒരു വലിയ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർമുല 1ൻ്റെയും ഫോർമുല 2ൻ്റെയൊക്കെ പേരന്റ് ഓർഗനൈസേഷനാണ് FIA. അപ്പോൾ ഇവർ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇനി ഞാൻ സംസാരിക്കാൻ പോണ കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ്. നമ്മളിപ്പോൾ വെതറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വെതർ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. സ്പോർട്സിൽ അതിനെക്കുറിച്ചുള്ള എഫക്റ്റ് പറഞ്ഞു. പക്ഷെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്താണ് സംഭവം? പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ റീസെൻറ്റ് മീറ്റിങ്ങിൽ അതിനകത്ത് പങ്കെടുത്ത കൺട്രീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യും 2 ഡിഗ്രീസിൽ താഴെയെന്ന്. അതേസമയം 1.5 ഡിഗ്രീസ് സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ റൈസ് മാത്രമാക്കി കുറയ്ക്കാനും അവർ അതിനുള്ള എഫേർട്സും കൂടെ ഇടുമെന്നും അവർ പറഞ്ഞു. അപ്പോൾ ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് വരെ ലിമിറ്റ് ചെയ്യാനായിട്ട് നമുക്കിനി ഈ ലോകത്ത് 12 വർഷം കൂടെ ഉള്ളൂ. ഈ IPCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സ്റ്റഡി അനുസരിച്ച് നമ്മൾ 420 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡ് വരെ എമിഷൻസ് എത്തിച്ചാലാണ് നമുക്ക് ആ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചറിലേക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 420 ജിഗാട്ടൺ എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ടിലേക്ക് എത്തിച്ചാലും അതിന് 66% ആണ് ചാൻസ് ഉള്ളൂ നമ്മൾ സക്സസ്ഫുൾ ആവാനായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് വരുത്താനായിട്ട്. നമ്മൾ അതേസമയം 580 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്താൽ വരുന്ന വർഷങ്ങളിൽ അതിന് ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് വരുത്താനായിട്ട് 50% ചാൻസേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 66% ആണ്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വർഷം നമ്മൾ എമിറ്റ് ചെയ്യണ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജിഗാട്ടണിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 42 ആണ്. 42 ജിഗാട്ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഒരു വർഷം എമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 420 എന്നുള്ള ലിമിറ്റ് 420 ജിഗാട്ടൺ എന്നുള്ള ലിമിറ്റ് എത്താനായിട്ട് ഇനി 10 വർഷം കൂടെ ഉള്ളൂ. എല്ലാ വർഷവും 42 ജിഗാട്ടൺ വെച്ചിട്ട് 10 വർഷം കൂടെ ഉള്ളൂ അത് അവിടെ എത്താനായിട്ട്. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു 420 എന്നുള്ള ലിമിറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 580 എന്നാക്കുവാണെങ്കിൽ നമുക്ക് അവിടെ വരെ എത്താനായിട്ട് 14 വർഷമുണ്ട്. അപ്പോൾ ഇത്രയും വർഷത്തിൽ നമ്മൾക്ക് 1.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാവും നമ്മളുടെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച്. അതും നമ്മൾ ഈ ലിമിറ്റിൽ നിന്നാൽ, നമ്മൾ ഇതിലും കൂടുതൽ പോയാൽ നമുക്ക് 2 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് വരുത്താം. വേണമെങ്കിൽ 6 ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസിൽ വരെ ടെമ്പറേച്ചർ വരുത്താം. 2 ഡിഗ്രീസ് ടെമ്പറേച്ചറിൽ ഇൻക്രീസ് വന്നാൽ കോറൽ റീഫിൽ 99% കോറൽ റീഫ്സും ഇല്ലാണ്ടാവും. 6 ഡിഗ്രീസ് ഇൻക്രീസ് വന്നാൽ നമ്മൾ ബ്രീത്ത് ചെയ്യണ ഓക്സിജൻ വരെ ഇല്ലാണ്ടാവും. നമ്മുടെ ബ്രീത്ത് ചെയ്യണ ഓക്സിജൻ ഉണ്ടാക്കുന്ന മെയിൻ പ്രൊഡ്യൂസർ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണ്. ഫൈറ്റോപ്ലാങ്ക്ടൺസ് ഇല്ലാണ്ടായാൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഓക്സിജൻ പോലും ഉണ്ടാവില്ല. 2 ഡിഗ്രീസ് ഇൻക്രീസ് ഉണ്ടായ സീ ലെവൽസിൽ നമ്മുടെ പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്തിട്ട് 0.2 to 0.7 മീറ്റേഴ്സ് സീ ലെവൽ റൈസ് ഉണ്ടാവും. ഈ ഒരു ചെറിയ റൈസ് കാരണം നമുക്ക് കോസ്റ്റൽ സിറ്റീസിനും പിന്നെ ചെറിയ ഐലൻഡ് ഗ്രൂപ്പ് ഇപ്പോൾ ലക്ഷദ്വീപ് പോലത്തെ സ്ഥലത്തൊക്കെ ഈ ഒരു ചെറിയ ഇൻക്രീസ് മതി. മാൽദീവ്സ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചും കാരണം. അപ്പോൾ ഈ 12 വർഷം എന്നുള്ള ഈ എമൗണ്ട് ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലിമിറ്റിൽ നിന്നാലും നമുക്ക് 50% അല്ലെങ്കിൽ 60% ചാൻസേ ഉള്ളൂ നമുക്ക് ഈ ഒരു മിഷനിൽ സക്സസ്ഫുൾ ആവാനായിട്ട്. നമ്മൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് വന്നാൽ, അതായത് നമ്മുടെ കാർബൺ ബഡ്ജറ്റ് നമ്മൾ യൂസപ്പ് ചെയ്ത് നമ്മുടെ ലിമിറ്റിനേക്കാളും നമ്മൾ 420 അവരുടെ സ്റ്റഡി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത ലിമിറ്റിന് മേളിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ എൻവയൺമെൻറ്റിനെ ഇറിവേഴ്സിബിൾ ആയിട്ട് ചേഞ്ച് ചെയ്യും.
പിന്നീട് ഇത് നമ്മളെ എക്സ്റ്റെൻഷനിലേക്ക് വരെ നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്ട്രോങ് എക്കണോമിക് പൊളിറ്റിക്കൽ പോളിസീസ് വേണം. അതിനു വേണ്ടിയിട്ട് ആൾക്കാർ സംസാരിക്കണം. ഇക്കോസിസ്റ്റം എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണാത്ത, നമ്മളിപ്പോൾ ഏതൊരു സ്റ്റഡി അനുസരിച്ച് യൂറോപ്പിൽ ഇപ്പം മോസ്കിറ്റോസ് ഇല്ല എന്നുള്ള ഒരു സ്റ്റഡി വന്നായിരുന്നു. മോസ്കിറ്റോസ് ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞു വരുവാണെന്നുള്ളത്. ഇത് ടെമ്പറേച്ചർ റൈസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ പറഞ്ഞത്. നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും ഇവർക്ക് ഇൻസെക്ട്സ് ഇല്ലാണ്ടാവണു. അങ്ങനെ ഓരോ ചെറിയ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻസെക്ട്സ് നമുക്ക് ശല്യമുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അവരില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻച്വലി ഇത് നമ്മളിലേക്കും എത്തും എന്നുള്ളൊരു ബോധം നമുക്കും വേണം. അപ്പോൾ നമ്മൾ ലിറ്ററലി ഒരു എമർജൻസീൻ്റെ വക്കത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റ്സും കമ്മ്യൂണിറ്റീസും ഇൻഡിവിജ്വൽസും എല്ലാവരും ഈ ഒരു ഫോസിൽ ഫ്യൂവൽസിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യാനും, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് കോസ് ആവുന്നത്. അതിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് മുമ്പോട്ട് വരുത്താനും എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് റിവോൾവ് ചെയ്തതൊരു മെയിൻ ബ്രോഡ് ടോപ്പിക്ക് വെച്ചിട്ടാണ്. നമ്മൾ വെതറിനെ കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. നമ്മൾ സംസാരിച്ച് ഒരു ലൈറ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ ക്വീനിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു വന്നു. പിന്നെ ഫോർമുല 1ൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ അഡ്രസ്സ് ചെയ്തു, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യൂ, നിങ്ങളുടെ കൊളീഗ്സിന് റെക്കമെൻഡ് ചെയ്യൂ. ഇങ്ങനത്തെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ അവർക്കും റെക്കമെൻഡ് ചെയ്യൂ. ഇപ്പോൾ പോഡ്കാസ്റ്റ് റീസെൻ്റ്ലി സ്പോട്ടിഫൈയിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിഫൈയിൽ ഫോളോ ചെയ്യുക. ഇപ്പോൾ സ്പോട്ടിഫൈയിലല്ലാതെ ഇതിൻ്റെ മെയിൻ സോഴ്സ് കേക്കഡോ പോഡ്കാസ്റ്റ് കേൾക്കാനായിട്ട് മെയിൻ സോഴ്സ് എന്ന് പറയാനായിട്ട് ഉള്ളത് anchor.fm എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. anchor.fm/കേക്കഡോ. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് അതിൻ്റെ സോഴ്സിൽ നിന്ന് കേൾക്കാം. അല്ലാത്തവർക്ക് ഗൂഗിൾ പോഡ്കാസ്റ്റിലോ ആപ്പിൾ പോഡ്കാസ്റ്റിലോ സ്പോട്ടിഫൈയിലോ ഈ പോഡ്കാസ്റ്റ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോഡ്കാസ്റ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് anchor.fm/കേക്കഡോ വിസിറ്റ് ചെയ്യുക. അതിനകത്ത് സപ്പോർട്ട് ദിസ് പോഡ്കാസ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും പോഡ്കാസ്റ്റ് കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത പോഡ്കാസ്റ്റ് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ശരി.